ഇനി ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് പോകുന്നത്. മലപ്പുറം നിലമ്പൂർ DFO ഓഫീസ് അടിച്ചു തകർത്ത സംഭവത്തിൽ PV അൻവർ MLA അറസ്റ്റിലായിരിക്കുകയാണ്. ഇപ്പോൾ വിശദാംശങ്ങളുമായി ആന്റണി ജസ്റ്റോർ ചേരുന്നുണ്ട്. ആന്റണി, വിശദാംശങ്ങൾ എന്താണ്? തീർച്ചയായും അല്പസമയത്തിന് മുൻപാണ് PV അൻവറിന്റെ അറസ്റ്റ് പോലീസ് രേഖപ്പെടുത്തിയത്. നിലമ്പൂർ DYSPയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഇപ്പോൾ അൻവർ വീട്ടിൽ തന്നെയാണ് ഉള്ളത്. ഒതായിലെ വീട്ടിൽ വെച്ചാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. PV അൻവർ പ്രധാനമായും പറഞ്ഞത് ഭരണകൂട ഭീകരതയാണ് ഈ അറസ്റ്റിന് പിന്നിൽ. പിണറായി വിജയന്റെ പോലീസ് ഈ അറസ്റ്റ് നടത്തിയതിന് പിന്നിൽ ഭരണകൂട ഭീകരതയാണ് എന്നുള്ളൊരു കാര്യമാണ് PV അൻവർ പ്രധാനമായും ഉന്നയിക്കുന്ന ആരോപണം എന്ന് പറയുന്നത്. ഏതായാലും പുറത്തിറങ്ങിയാൽ ബാക്കി കാണിച്ചു തരാമെന്നാണ് അദ്ദേഹം അല്പസമയം മുമ്പ് മാധ്യമങ്ങളോട് പറഞ്ഞത്. ഏതായാലും PV അൻവർ ഇപ്പോൾ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുകയാണ്. അദ്ദേഹത്തെ ഇപ്പോൾ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കൃത്യനിർവഹണം തടയൽ, പൊതുമുതൽ നശിപ്പിക്കൽ തുടങ്ങി ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരമാണ് PV അൻവറിനെതിരെ പോലീസ് കേസ് എടുത്തിട്ടുള്ളത്. FIR-ൽ ഈ നിലമ്പൂർ പോലീസ് സ്റ്റേഷൻ ആക്രമിക്കാൻ ചെന്ന ഘട്ടത്തിൽ DFO ഓഫീസ് ആക്രമിക്കാൻ ചെന്ന ഘട്ടത്തിൽ അവിടെ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന DFO ഉദ്യോഗസ്ഥരെ മർദ്ദിച്ചു എന്നതടക്കമുള്ള ആരോപണങ്ങളും അവിടെ ഉയരുന്ന ഒരു സാഹചര്യം ഉണ്ടായി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായി ഉള്ളത്. ഏതായാലും ഇപ്പോൾ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ഇനിയിപ്പോൾ തുടർ നടപടികളാണ് ഉണ്ടാവുക. ഏതായാലും ഇക്കാര്യത്തിൽ നിലവിലത്തെ സാഹചര്യത്തിൽ PV അൻവറിനെ അടുത്ത കോടതിയിൽ ഹാജരാക്കുന്ന നടപടികളിലേക്ക് പോലീസ് പോകും. ഏതായാലും സർക്കാരിനെതിരെ അതിരൂക്ഷ വിമർശനവുമായി PV അൻവർ രംഗത്ത് വരികയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. ഭരണകൂട ഭീകരത എന്നുള്ളതാണ് പറയുന്നത്. ഏതായാലും ഇന്ന് രാവിലെയാണ് ഈ കരുളായി വനത്തിൽ ആദിവാസി യുവാവ് കാട്ടാനയുടെ ആക്രമണത്തിൽ മരിച്ചതിൽ പ്രതിഷേധിച്ച PV അൻവറിന്റെ നേതൃത്വത്തിലുള്ള DMK പ്രവർത്തകർ നിലമ്പൂർ DFO ഓഫീസിലേക്ക് മാർച്ച് നടത്തിയത്. അവിടെ ഉണ്ടായിരുന്ന വാതിലുകൾ പൊളിച്ച് കസേരകൾ തകർത്ത് ഒക്കെ ചെയ്യുകയും ചെയ്തിരുന്നു. അതിൽ വൈകുന്നേരത്തോടു കൂടിയാണ് ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരം പോലീസ് കേസെടുത്തത്. അൻവർ അടക്കം 11 പേരെക്കെതിരാണ് കേസ് എടുത്തത്. അൻവറാണ് കേസിൽ 1-ാം പ്രതി. അതിന് പിന്നാലെയാണ് നിലമ്പൂർ DYSPയുടെ നേതൃത്വത്തിലുള്ള സംഘം അൻവറിന്റെ ഒതായിലെ വീട്ടിലേക്ക് എത്തിയത്. അവിടെ വെച്ച് അൻവറിനെ ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. PV അൻവറിനെ ഇപ്പോൾ ഈ DFO ഓഫീസ് അടിച്ചു തകർത്ത കേസിൽ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. അതിനിടെ ഒരു വലിയൊരു പോലീസ് സന്നാഹം തന്നെ അൻവറിന്റെ വീടിന് മുന്നിൽ കാണുകയുണ്ടായി. ഈ DMK പ്രവർത്തകർ അവിടെ ഇപ്പോഴും പ്രതിഷേധത്തിനുള്ള ഒരു സാഹചര്യമാണ് അവിടെ കാണുന്നത്. സംഘർഷാവസ്ഥയിലേക്ക് പോകാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ടോ? തീർച്ചയായും അവിടെ DMKയുടെ പ്രവർത്തകരും ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായുള്ളത്. അവിടെ DMK പ്രവർത്തകർ മുദ്രാവാക്യം വിളികളും മറ്റുമായി നിൽക്കുന്ന സാഹചര്യമാണ്. അവർ മുദ്രാവാക്യം വിളിക്കുന്നുണ്ട്. ഏതായാലും അൻവറിനെ ഇപ്പോൾ അവിടെ നിന്ന് കൊണ്ടുപോവുകയാണ് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം. വീട്ടിൽ നിന്ന് അൻവറിനെ ഒതായിയിൽ നിന്ന് വീട്ടിൽ നിന്ന് ഇപ്പോൾ കൊണ്ടുപോവുകയാണ്. ഏതായാലും സർക്കാരിനെ വെല്ലുവിളിക്കുകയാണ് അൻവർ പ്രധാനമായും പറയുന്നത്. പുറത്തിറങ്ങിയാൽ താൻ ബാക്കി കാണിച്ചു തരാം എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. ഏതായാലും PV അൻവറിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇപ്പോൾ അൻവറിനെ വീട്ടിൽ നിന്ന് പോലീസ് കൊണ്ടുപോവുകയാണ്. മാധ്യമങ്ങളോട് സംസാരിക്കുന്നതടക്കം പോലീസ് തടയുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും കടുത്ത മന്ത്രി AK ശശീന്ദ്രൻ നമ്മളോട് കൂടെ ചേരുന്നുണ്ട്. ശ്രീ AK ശശീന്ദ്രൻ, ഇപ്പോൾ മലപ്പുറം നിലമ്പൂർ DFO ഓഫീസ് അടിച്ചു തകർത്ത സംഭവത്തിൽ PV അൻവർ MLA അറസ്റ്റിലായിരിക്കുകയാണ്. ഭരണകൂട ഭീകരത എന്നാണ് അദ്ദേഹം ഇപ്പോൾ പ്രതികരിച്ചിരിക്കുന്നത്. അതേസമയം തന്നെ മുഖ്യമന്ത്രിക്കെതിരെയും വലിയ പ്രതിഷേധം അദ്ദേഹം പറയുകയുണ്ടായി. എന്താണ് ഈ നിമിഷത്തിൽ പറയാനുള്ളത്?